ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ, ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒരു പാവാടയ്ക്ക് ബ്ലൗസ് വയ്ക്കാൻ വേണ്ടി തുണി എടുത്തോളുന്നുണ്ട്. അപ്പോൾ പാവാട എനിക്കുണ്ട്, ഒരു സെറ്റിൻ്റെ പാവാട എനിക്കുണ്ട്, കുഞ്ഞിൻ്റെ സെറ്റിൻ്റെ പാവാട ഉണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ സെറ്റിൻ്റെ പാവാടയ്ക്കല്ല, ഒരു പീച്ചുള്ള പാവാടയ്ക്കായിട്ട് ബ്ലൗസ് വയ്ക്കണേ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിന് ബ്ലൗസ് പറയാം. ഇവിടെ അപ്പടി ഒച്ചയോടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ അതും ഇതൊക്കെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പാവാടയ്ക്ക് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി കുറേ കട തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ ആ കടയിൽ ചേച്ചി പറഞ്ഞു പച്ച നല്ലതാണ് മോളെ, ഇതിൻ്റെ കൂടെ ചേരുമെന്ന്. അപ്പോൾ എനിക്ക് സെയിം കളർ തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടം വെച്ചാൽ തപ്പി നടന്നത്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വേറെ നിവർത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കളറ് ഇതെന്തി ഈ തുണി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ച് തിളക്കമൊക്കെ കളർ, തിളക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ തുണി എടുത്തോണ്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് പാവാടയ്ക്കും ബ്ലൗസ് തയ്ക്കാം, കുഞ്ഞിനെ തയ്ക്കാം. അപ്പോൾ ചെറിയൊരു തയ്യൽ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം എന്തോ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിൽ വെട്ടണ രീതിയൊക്കെ കാണിച്ചു. ഇങ്ങനത്തെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് എങ്ങനെയാണോ നീളവും വീതിയൊക്കെ ഒക്കണേ ആ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കുക. നല്ല വശം ഉള്ളിലരിക്കണം, കാരണം നമ്മൾ പുറത്ത് ചോറ് അരയ്ക്കാനുള്ളത് കൊണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കുക, ഇങ്ങനെ ഉണ്ടാക്കി. സ്ഥലം കുറവ് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി, ഇത് കണ്ടോ, രണ്ടായിട്ട് ഇങ്ങനെയുള്ളൊരു തുണി. എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നീളവും വീതിയൊക്കെ കിട്ടാൻ പാകത്തിന് ഒന്നിങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. അപ്പോൾ 4 പീസായില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് പകുതി വരും ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ പകുതി കഴുത്ത് പകുതി കയ്യ ഇങ്ങനെ ഇറക്കായിട്ടാണ് പ്രശ്നം. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ ഇത് ഇപ്പം 4 പീസ് ഉണ്ടല്ലോ. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ അത് ഫ്രണ്ടും ബാക്കിയായിട്ട് വരും, ബാക്കുമായിട്ട് വരും. ഇത് കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് 2, ഇതിപ്പോൾ 2 ഇല്ലേ, ഇത് ഒരെണ്ണം ഫ്രണ്ട് ഒരെണ്ണം ബാക്കിയായിട്ട് വരും. അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് വരും. ഇനി ഇതേലാട്ടോ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ മടക്കുവശമൊക്കെ വന്നതുകൊണ്ട് ഇവിടെ എല്ലാം മടക്ക് കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇവിടെയാണ് തുമ്പ് വരുന്നത്. ഈ മടക്കുവശം വന്നോടത്താണ് നമുക്ക് കഴുത്ത് വരണ്ടേ, കാരണം ഇവിടെ ഇങ്ങനെ നിവർത്തുമ്പോൾ ഇവിടെ ഓപ്പൺ ആവാൻ പാടില്ല, അതുകൊണ്ട് ഇവിടെ കഴുത്ത് വരണം. ഇതിപ്പോൾ 1 മീറ്റർ തുണി ഞാൻ എടുത്തേക്കണം. സത്യത്തിൽ ഞാൻ കുഞ്ഞിപ്പെണ്ണിൽ നിന്ന് പ്ലാൻ ചെയ്ത് എടുത്തില്ല, എനിക്ക് മാത്രം ബ്ലൗസ് തയ്ക്കാൻ എടുത്തേ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കുറേ കട കയറിയപ്പോൾ എനിക്ക് ഈ തുണി ഇഷ്ടമായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പാവടയ്ക്ക് ബ്ലൗസുകൾ തയ്ച്ചേക്കാത്ത വെച്ചാൽ ഞാൻ വേഗം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ലാസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ ചേരുന്നുണ്ട്. ആ കടയിൽ തിരിച്ചു നോക്കി പച്ച നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ ബാക്കി തുണി കുഞ്ഞിപ്പെണ്ണ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ട ഇറക്കം 21. എനിക്കിങ്ങനെ താഴത്തോട്ട് വേണ്ട ഇറക്കം എന്ന് പറയുന്നത് 21 കേട്ടോ. പാവാടയ്ക്ക് വേണ്ടി 21 ഞാൻ ഇച്ചിരി കയറ്റി ഇറക്കിയൊക്കെ തയ്ക്കും. ഞാനിപ്പോൾ 21 അര എടുക്കണുള്ളൂ, കാരണം എനിക്ക് 21 കറക്റ്റ് വേണ്ട. ഒരു 20 എനിക്ക് മതി, ഇത്രയൊക്കെ ഇറക്കം മതി പാവാടയ്ക്ക് ബ്ലൗസിൽ. അപ്പോൾ 21 ഞാനൊരു 2 ഇഞ്ച് കൂട്ടി ആദ്യം തയ്ക്കണം, ഒരു 2 ഇഞ്ച് കൂട്ടിയിടുക. അപ്പോൾ 21 പറയുമ്പം 21 അളന്നെടുത്തേക്കണ ഇറക്കമെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയിടുക. അപ്പോൾ ഒരു 23. കാരണം നമുക്കിവിടെ തയ്യൽ തുമ്പ് പോവും, അടിയിൽ തയ്യൽ തുമ്പ് പോവും. നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുക നമുക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചേറെ കൂട്ടിയിട്ട് 2-3 ഇഞ്ച് കൂട്ടിയിട്ടോ, കാരണം വെട്ടി തയ്ച്ച് മടക്കിയൊക്കെ വരുമ്പോഴേക്ക് ഇച്ചിരി വീതിയൊക്കെ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ 23 എടുക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കണ അനുസരിച്ച് ഇഞ്ചിൻ്റെ ഇറക്കം കൂട്ടുക, കാരണം നമ്മൾ മടക്കി അടിക്കുമ്പം തയ്യൽ തുമ്പ് കൂടിപ്പോവും. വെട്ടി വരുമ്പിച്ച് നീട്ടം കുറഞ്ഞു. അപ്പം നമ്മൾ പ്രതീക്ഷ നീട്ടം ആദ്യമായിട്ട് തയ്ക്കണവർ കിട്ടില്ല. തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ മടക്കി അടിക്കുമ്പോഴൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചോളും. എനിക്ക് 20 ഇറക്കം മതി. ഞാൻ 22 കഷ്ടം 21 20 മതി എനിക്ക്. ഞാൻ 22 എടുക്കുന്നുള്ളൂ ഇറക്കം, കാരണം ബാക്കി തുണിയും എനിക്ക് പൊന്നാമെങ്കിൽ തയ്ക്കണം പൊന്നസിന്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഇറക്കം ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചില്ലല്ലോ അല്ലേ, ആ ലാസ്റ്റ് ഞാൻ കാണിച്ചത്. പിന്നെ ഞാനിങ്ങനെ ഇറക്കം അടയാളപ്പെടുത്തി. പിന്നെ എനിക്ക് ഈ കഴുത്തിൻ്റെ അകല, അപ്പോൾ ഇവിടെ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുത്തകലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അളന്നെടുക്കണേ. ഈ വണ്ണമില്ലേ, ഈ വണ്ണത്തിൻ്റെ 12 ആ വണ്ണം. ഇപ്പം എൻ്റെ 34 ആണെങ്കിൽ 34 ഭാഗം 12 അടിക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് എമൗണ്ട് കിട്ടും, ഒരു 2 പോയിൻറ്റ് 3 പോയിൻറ്റ് കിട്ടും. ആ വണ്ണം എത്രയാണോ അതാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുത്തിൻ്റെ പകുതി വണ്ണം കേട്ടോ, പകുതി എടുക്കണേ. ഇങ്ങനെ ഈ മടക്ക് വശം, ഈ മടക്ക് വരുന്ന വശത്തുനിന്ന് ഇങ്ങോട്ട്. അപ്പോൾ എൻ്റെന്ന് പറയണത് 2.9 വരികയാണെങ്കിൽ കറക്റ്റ് 2.9 എടുക്കണ്ട, കാരണം നമ്മൾ വെട്ടി തയ്ച്ച് മടക്കി വരുമ്പോഴേക്കും അത് 2.9 എന്നുള്ള 3-3.25 ആവും. അതുകൊണ്ട് 2.9 കറക്റ്റ് എടുക്കരുത്. 2.9 കിട്ടിയേക്കണമെങ്കിൽ ഒരു 2.5 എടുത്താൽ മതി, 2.5 എടുത്താൽ മതി. നമ്മൾ വെട്ടുമ്പം അതിലും
തയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ 2.5 എടുക്കരുത്, 2 എടുക്കാവുള്ളൂ. കാരണം നമ്മൾ വെട്ടി വരുമ്പോൾ നമ്മുടെ കഴുത്ത് ഇതാവും. മടക്കി അടിക്കുമ്പോൾ നമ്മൾ 4 ഇഞ്ചിട്ട് മടക്കി അടിക്കുന്നത് 1/2 ഇഞ്ചൊക്കെ ആവും. അപ്പം നമുക്കത് വീണ്ടും വലുതായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ 2.5 എടുക്കുന്നത്. ഞാൻ വെട്ടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് ആ വരയുടെ തൊട്ടിപ്പുറത്തോളം ഇച്ചോടെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴേ കഴുത്തിന് മലന്ന് പോകാണ്ട് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ആ 2.5 അടയാളപ്പെടുത്തിയല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണാൻ വരെ കേട്ടോ 2.5. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഷോൾഡർ വേണ്ടേ, കാണാവോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 2.5 അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഈ ഷോൾഡർ വേണം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കഴുത്തകൾ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ഷോൾഡറാണ് വേണ്ടേ. ഈ ഷോൾഡർ എന്ന് പറയണേ ഏകദേശം ഒരു 40-45 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് 3.5, അതിൽ കൂടുതൽ വണ്ണം ഉള്ളവർക്ക് 3.5. ഭയങ്കര ഷോൾഡറിന് വീതിയാണെന്നുണ്ടെങ്കിൽ 3.5 എന്നുള്ള ഭയങ്കര വണ്ണം വീതി കൂടുതലാണെങ്കിൽ 3.5 എന്നുള്ള 4 ഇടാം. ഒരു 3.5 കിട്ടാൽ മതി. ചിലത് നല്ലപോലെ ക്ഷീണിച്ചിരിക്കുന്നവരാണ് ഷോൾഡർ കുറവാണെന്നുണ്ടെങ്കിൽ 3.2, 3 ആണെങ്കിലും മതി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 അടയാളപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കഴുത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി ഇങ്ങോട്ട് ഷോൾഡർ എടുക്കും. ഇനി താഴത്തോട്ട് കൈക്കുഴി വരണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ തുണി ലാസ്റ്റ് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചോട് നിർത്തി നമ്മളെ മേളിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് 6.5 ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ വണ്ണമുള്ളവർക്ക് ആദ്യം പറഞ്ഞ പോലെ 40 ഇഞ്ച് അല്ലെങ്കിൽ 45 ഇഞ്ച് വരെ വണ്ണമുള്ളവർക്ക് ഈ 6 എന്ന ഷോൾഡർ കഴുത്തകരം ഇറക്കം മതിയായിരിക്കും. കൈ അതിന് മേപ്പോട്ടുള്ള വണ്ണമുള്ളവർക്ക് കൈക്കുഴി 6.5 എന്നുള്ളത് 7 നിങ്ങൾ അത് വണ്ണം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. 6.5 ഒരു 90% ആൾക്കാർക്കും 6.5 ഇടുന്നത്. നല്ല വണ്ണമുള്ളവർക്ക് 90 മീൻസ് അതായത് ഒരു 30 വണ്ണം, 35, 40, 45 ഏകദേശം അത്രയും വണ്ണമുള്ളവർക്ക് വരെ നമുക്ക് 6.5, 6.25 ഒക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കൈക്കുഴി ശരിയായി. ഇനി നമ്മളിവിടെ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഷേപ്പിൻ്റെ ഇവിടുത്തെ വണ്ണം വേണമല്ലോ. അത് ഇവിടെ നിന്ന് അളന്നെടുക്കുക. അതെവിടെയാണ് ഷേപ്പ് വരുന്നത്. അപ്പോൾ ഒരു 13. ഈ മേലിൽ നിന്ന് താഴത്തോട്ട് ഒരു 13 അടയാളപ്പെടുത്തുക. ഇവിടെ 13. ആ 13 ഇങ്ങനെ നീട്ടി വരച്ചിട്ട് ഇവിടുത്തെ വണ്ണം ഇപ്പോൾ കിട്ടണേ 29 29ൻ്റെ 4/1 ആ കിട്ടണ തുക എത്രയാണോ 29. അപ്പോൾ നമ്മുടെ അവിടുത്തെ വണ്ണം 29 പ്ലസ് 29 ഭാഗം 4 അടിക്കണം. അപ്പോൾ ഒരു തുക വരും. അതിനോട് പ്ലസ് 2 ഇഞ്ച്. കാരണം നമ്മുടെ തയ്യൽ തുമ്പാണ്. ആ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യൽ തുമ്പ് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം. ആ 29 ഭാഗം 4 എത്രയാണോ വരുന്നത് അതാണ് നമ്മുടെ കറക്റ്റ് നമുക്ക് ഷേപ്പിന് കിട്ടേണ്ട അളവ്. അതിനോട് 2 ഇഞ്ച് കൂട്ടിയിടുക തയ്യൽ തുമ്പ്. അപ്പോൾ അവളോട് 2 ഇഞ്ച് കൂട്ടി ഞാനിവിടെ 8.5 എൻ്റെ 8.5 അവിടെ ഇച്ചിരി ലൂസ് ഇട്ടാണ് തയ്ക്കുന്നത്. എനിക്ക് ഒത്തിരി ടൈറ്റായിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈ കൈക്കുഴി അടയാളപ്പെടുത്തില്ല അതിങ്ങനെ ചതുരത്തിൽ. ആ കൈക്കുഴി അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നമ്മുടെ ഇവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 താഴെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച്. കാരണം 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അത് ഇവിടെ അടയാളപ്പെടുത്തുക. കൈക്കുഴിയുടെ അവിടെ കൈക്കുഴി നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ ചതുരം പോലെ വരച്ചാൽ ആ ചതുരത്തിൻ്റെ ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ തുണി എനിക്ക് വീഡിയോയും ഇങ്ങനെ വെച്ച് പറഞ്ഞ് രണ്ടും കൂടി ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ കൈ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഏറ്റവും ഇറക്കം അവസാനം എത്ര 21, 23 നമ്മൾ അടയാളപ്പെടുത്തില്ലേ. അവിടെ നമ്മുടെ ഇവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 പ്ലസ് ഇവിടുത്തെ വണ്ണം ഭാഗം 4. അപ്പോൾ തുക കിട്ടും. 4 ഭാഗിച്ചു. അതിനോട് 2 ഇഞ്ച് കൂട്ടി. അവിടുത്തെ എന്താ വണ്ണം എന്ന് പറയുമ്പോൾ ഒരു 11 അവിടെ ഞാൻ ലൂസായിട്ടാണ് തയ്ച്ചേക്കണേ. അതിങ്ങനെ ഒന്ന് ഞാൻ പുറകെ സിബ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കഴുത്തകലം. അതായത് നമ്മുടെ വണ്ണത്തിൻ്റെ 12/1 കഴുത്ത് അടയാളപ്പെടുത്തു. ഇവിടെ നിങ്ങളുടെ ഷോൾഡർ എന്ന് പറഞ്ഞില്ലേ വിരിവുള്ളവർക്ക് 3.5 വരുന്നില്ല. ആ 3.5 ഇവിടെ നിങ്ങൾ നേരെ 6.5 കൈക്കുഴി ഇങ്ങോട്ട് 6.5 അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ അളവ് നോക്കണ്ട 6.5 ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. എന്നെ പിന്നെ ഇവിടെ 6.5 എടുത്തു. 6.5 എന്ന് കറക്റ്റ് ഇങ്ങോട്ട് നേരെ വരയ്ക്കുക. അതാണ് നമ്മുടെ മുകളിലത്തെ വണ്ണം. മനസ്സിലാവുന്നുണ്ടോ എന്തോ. ഇത് നമ്മുടെ ഷേപ്പ് വന്നോടത്തെ വണ്ണം. ഇത് ഇറക്കം തീരുന്നോടത്തെ വണ്ണം. എന്നിട്ട് ഇവിടുത്തെ വണ്ണം എന്ന് പറയണേ ഈ വണ്ണം ഞാൻ പറഞ്ഞില്ല. അവിടുത്തെ വണ്ണം എന്ന് പറയണത് ഈ വട്ടം കൈക്കുഴി തീരുന്നോടത്ത്. പിന്നെ ഇത് ഷേപ്പ് വന്ന വണ്ണം. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം തീരുന്ന വണ്ണം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ. അപ്പം ഇവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോൾ
നമ്മൾ ഇങ്ങനെ ചതുരം പോലെ വരച്ചേക്കണതിൻ്റെ ലാസ്റ്റ് ചതുരം ഞാൻ നീട്ടി അങ്ങ് വരയ്ക്കുക. അതിൻ്റെ അത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചതുരം വരച്ചു. അപ്പോൾ നമ്മുടെ അവിടുത്തെ വണ്ണം എടുക്കുക. അതിൻ്റെ ഭാഗം 4 + 2 ഇഞ്ച് ആ ഒരു എമൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ചതുരത്തിൽ എവിടെയാണോ ആ ഇത് വരുന്നത്, ആ നമ്പർ വരുന്നത്. അപ്പം ഇങ്ങനെ വെച്ചു. അപ്പം ഇവിടെ ചതുരം തീരുക, ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇത് അടയാളപ്പെടുത്തുക. കാണിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി ഏകദേശം എൻ്റെ ഇവിടെ വരും. അപ്പോൾ ഞാനത് അവിടെ വരച്ചു. പിന്നെ ഇങ്ങനെ ഷേപ്പ് അടയാളപ്പെടുത്തി ഇങ്ങനെ കണ്ടോ. ഇതാ പാവാടയുടെ ബ്ലൗസിൻ്റെ ഇറക്കം തീരുന്നിടത്ത് ഇത് ഷേപ്പ്. ഇത് നമ്മുടെ മുകളിലത്തെ വണ്ണം. ഇത് കൈക്കുഴി ഇങ്ങനെ നമ്മൾ ചതുരത്തിലല്ലേ വരച്ചേക്കണേ. അപ്പോൾ ഈ മൂലയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കണം. ഇങ്ങനെ 1.5 ഇഞ്ച്, വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ 1.5 ഇഞ്ച് വരയ്ക്കുക. ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പകുതിയിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരച്ച് നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ യോജിപ്പിക്കുക. പിന്നെ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ അകലം മാർക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കം 6 ആയിരിക്കും വേണ്ടേ, 5 ആയിരിക്കും വേണ്ടേ. അപ്പം ഇവിടെ 5ഉം ഇവിടെ 6ഉം അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ നേരെ വരയ്ക്കുക. 5 എന്ന് പറയുന്നത് ബാക്ക്, 6 എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി അതിങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചിട്ട് ബാക്കി ആദ്യം ഇങ്ങനെ വെട്ടുക. ബാക്കി വെട്ടി മാറ്റി ആ പീസ് എടുത്ത് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് കുഴിച്ചിങ്ങനെ വെട്ടാൻ. എനിക്ക് എല്ലാം കൂടെ തന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അറിഞ്ഞൂടെ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു ബ്ലൗസൊക്കെ തന്നെ തയ്ക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആരെങ്കിലും ഇവിടെ ഉള്ള ദിവസം ക്ലിയറായിട്ട്, ഇന്നിപ്പോൾ മഴയാണ്, പുറത്തോട്ട് നല്ലൊരു വെട്ടം കിട്ടുന്നില്ല, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് മിന്നി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും തയ്ക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴുത്തിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്തതാണ്. അതിന് താഴത്തോട്ടാണ് കഴുത്തിറക്കം മാർക്ക് ചെയ്യണത്. അപ്പോൾ ബാക്കിൻ്റെ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും ഫ്രണ്ടിൽ ഇച്ചിരി ഇറങ്ങി വരും, ബാക്കിൽ ഇച്ചിരി കയറി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടാൻ നേരത്ത് ഫ്രണ്ട് ഇങ്ങനെ റൗണ്ടാ നെക്കെങ്കിൽ ഇങ്ങനെ ആദ്യം നമ്മൾ കൈയൊക്കെ ഒന്നിച്ച് വെട്ടിക്കുക, ഒന്നും കുഴപ്പമില്ല. ഇവിടുത്തെ ഇതൊക്കെ ബാക്കിയൊക്കെ ഒന്നിച്ച് അങ്ങ് വിട്ട് കഴുത്ത് വെട്ടാൻ നേരത്ത് ലാസ്റ്റ് ബാക്കിലെ കഴുത്ത് ഇങ്ങനെ വെട്ടിയിട്ട് ആ പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിലെ മാത്രം ഇട്ടിട്ടാണ് ഫ്രണ്ട് മാറ്റാം. അത് മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലെ സെയിം കഴുത്തായി പോകും. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെട്ടുമ്പോഴും ബാക്കിലെ പീസ് അവിടെ കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കഴുത്ത് ബാക്കിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് 2.5 ഇറക്കം മാർക്ക് ചെയ്യാണ്. ഫ്രണ്ട് ഇറക്കം 6 മാർക്ക് ചെയ്യാണ്. ബാക്കി ഇറക്കം 5 മാർക്ക് ചെയ്യണം. ഫ്രണ്ടിൽ വന്നേക്കണം. മുകളിൽ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീതി വന്നേക്കണം. അങ്ങനെ 2.5 അല്ലേ ഞാൻ എടുത്തത്. അത് ഈ ഇറക്കം തീരുന്നിടത്ത് കറക്റ്റ് അളവ് മനസ്സിലാവാൻ വേണ്ടി ഇറക്കം തീരുന്നിടത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തന്ന പോലെ നേരെ താഴത്തോട്ട് വരച്ചു. ഞാൻ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല, തേങ്ങ മനസ്സിലായാൽ മതിയാകും. ഇത് ഞാൻ പഠിച്ചേക്കണ മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയല്ല തയ്ക്കുന്നത്, എല്ലാവരും കുറേ വ്യത്യാസങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് തയ്ക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ മെത്തേഡ് എനിക്ക് ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. ചിലവരുടെ കണക്കും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയാനില്ല. എല്ലാത്തിനോടും പകുതി കഴിഞ്ഞ് 4-1 കണ്ടിട്ട് 2 ഇഞ്ച് കൂട്ടുക തയ്യൽത്തുമ്പോൾ, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ മടക്ക് വന്ന വശമാണ്. ഇത് ഇവിടെ നിങ്ങോട്ട് കഴുത്തകലം, കഴുത്ത് ഫ്രണ്ട് ഇറക്കം, ബാക്ക് ഇറക്കം, ഇവിടെ നിങ്ങോട്ട് 3.5 ഷോൾഡറിന് ഇങ്ങോട്ട് 6.5 എല്ലാവരുടെയും വരും. ഇങ്ങനെ വരച്ചു. ഇവിടെ നിങ്ങോട്ട് ഒരു 1.5 ഇഞ്ചിട്ട് ഇങ്ങനെ ഷേപ്പ് അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ നമ്മുടെ വണ്ണത്തിൻ്റെ 4-1 + 2 ഇഞ്ച്. ഇവിടെ നമ്മുടെ ഷേപ്പ് വന്ന വണ്ണത്തിന് 4-1 + 2 ഇഞ്ച്. ഇവിടെ നമ്മുടെ പാവാടയുടെ ബ്ലൗസിൻ്റെ ഇറക്കം തീർന്ന വണ്ണം അതിൻ്റെ 4-1 + 2 ഇഞ്ച്. അങ്ങനെ അടയാളപ്പെടുത്തി. ഇനി ഇതിലിങ്ങനെ വന്ന് ഇതിലിങ്ങനെ വെട്ടണം. ഇങ്ങനെ ഈ വരച്ച ചേർന്നെടുത്ത് ഈ യൂവിക്കൂടെ ഇങ്ങനെ വെട്ടി ഈ ബാക്കിൽ നെക്ക് ഇങ്ങനെ വെട്ടണം. അത് കഴിഞ്ഞാൽ പീസ് മാറ്റിയിട്ട് വേണം ഫ്രണ്ടിലെ നെക്ക് വെട്ടാൻ. ഇനി ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വെട്ടി ഇത് പകുതി ഇങ്ങനെ വെട്ടി കണ്ടോ. ഇപ്പോൾ ഇത് 4 പീസില്ലേ, ഇത് പകുതിയാക്കി നമ്മൾ ഞാൻ അതേ ബാക്കിലെ കഴുത്ത വെട്ടിട്ടുള്ള ഫ്രണ്ടിൽ തൊട്ട് താഴെ വരച്ചിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ സൂക്ഷിച്ച ഒരു പീസ് ഇങ്ങനെ മാറ്റുക. കണ്ടോ, ഇത് ബാക്കി അത് നമ്മൾ മാറ്റി നമ്മൾ ഫ്രണ്ട് കെട്ടണം. ബാക്ക്
ബാക്കി മാറ്റി. ഇനി ഫ്രണ്ടിൽ ഈ കഴുത്ത് ഇങ്ങനെ വാക്കി ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു. നമുക്ക് സ്ലീവ് ഉള്ളൂ, ലൈനിങ് സ്ലീവും. ഞാനിപ്പോൾ ഇതിന് പഫ് കൈ വെക്കാൻ ഓർത്തുകൊണ്ടാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാം, ഞാൻ തയ്യൽ പഠിച്ചിട്ട് എനിക്ക് എന്താണോ മനസ്സിലായ ആ രീതിക്ക് ഞാൻ തയ്ക്കുന്നത്. അല്ലാണ്ട് ഞാൻ തയ്യൽ പഠിച്ചിട്ട് സ്ലീവ് വെക്കുകയാണെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് എനിക്ക് എളുപ്പം വെട്ടാൻ എങ്ങനെയാണോ ആ രീതിക്ക് മാത്രമേ ഞാൻ വെട്ടി തയ്ക്കുന്നത്. പക്ക ഞാൻ തയ്യൽ പഠിച്ച രീതിക്കല്ല കേട്ടോ. ഞാൻ പക്ക അവർ പറയുന്ന ആ രീതിക്ക് തന്നെയല്ല ഞാൻ വെട്ടുന്നത്. എനിക്കെന്താണോ എനിക്കെങ്ങനെ തയ്ക്കാനാണോ എളുപ്പം, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ആ ഐഡിയക്കാണ് ഞാൻ വെട്ടുന്നത്. ആ ഐഡിയക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുമല്ലോ തയ്യലിൻ്റെ. അപ്പോൾ എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏത് വീഡിയോയാണ് നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ആ ഒരു വീഡിയോ ഒരു 3-4 പ്രാവശ്യം കാണാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ വെട്ടാന്ന് കാണിച്ച് തന്നെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നിട്ട് ആ വീഡിയോ മാത്രമേ കണ്ട് നിങ്ങൾ വിട്ടുക. വേറെ എല്ലാ വീഡിയോയും കൂടെ കണ്ടാൽ നമുക്ക് വെട്ടൽ ഒരു കൺഫ്യൂഷനാവും. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കണ്ട് ഒരു ധാരണയാവും കേട്ടോ. വേറെ കാര്യം ഞാനങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. ചില പുതിയ മോഡലൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചില സ്ലീവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കാറൊക്കെ ഉണ്ട്. ഇതാണ് ലൈനിങ്. ലൈനിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മടക്കുക, 4ആയിട്ട് മടക്കുക. എന്നിട്ടിട്ടിട്ട് നമ്മുടെ മുകളിലത്തെ മറ്റേത് മടക്കിയ പോലെ തന്നെ 4ആയിട്ട് ഞാൻ മടക്കി ഇതില്ലെങ്കിൽ വീഴ്ചങ്ങിട്ടു. എന്നിട്ട് ഞാൻ ഈ ഒരു പീസ് എടുത്തു. ഈ ഒരു പീസ് എടുത്തിട്ട് മുകളിൽ വെച്ചു. ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ മടക്കി 4ആയിട്ട് ഇടുമ്പോൾ തുണിക്ക് വീതി കുറവായതുകൊണ്ട് ഇത്രയും വീതിയിൽ ഒരു ഇഞ്ചും കൂടെ ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഞാൻ ഒരു പണി ചെയ്തു, ഇതിങ്ങനെ. നിങ്ങൾക്ക് തുണി തികയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മടക്കിയിട്ട് മേളിലേക്ക് ഇട്ടാൽ ഞാൻ എടുത്തു. ഇത്രയും ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ തുണി ഇട്ടിട്ട് ഇങ്ങനെ മടക്കി പഴയതുപോലെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഉണ്ടോ, ഇത് ഈ ഷേപ്പിന് ചുമ്മിച്ചിരി വലുതായിട്ടങ്ങ് വരച്ചാൽ മതി. എനിക്കിത് ഇറക്കാൻ തികയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ലാസ്റ്റ് ഇവിടെ ഒരു പീസും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ വെട്ടി കഷ്ണം എടുത്തിട്ട് എങ്ങനെ ഇട്ടിട്ട് അതിന് തികയില്ല കേട്ടോ. അപ്പോൾ ഒരു പീസങ്ങ് വെച്ചങ്ങ് അടിച്ചാൽ മതി. ഈ തുണി കൊണ്ടാണ് ഞാൻ കൈ തയ്ക്കുന്നത്. വേറെ പ്ലെയിൻ പച്ച കളറ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 കട കയറിയായിരുന്നു കുഞ്ഞിപ്പെണ്ണ് തുണി എടുക്കാൻ. അപ്പോൾ അതിലൊരു കടയിൽ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ് ഈ പച്ച. അപ്പോൾ ഞാൻ അവിടെ നിർത്തുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത കടയിൽ കയറിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കിട്ടില്ല, മറ്റേ കളർ കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിപ്പെണ്ണുങ്ങളുടെ ആ തുണി തയ്ക്കാമെന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് ആദ്യത്തെ കടയിലേക്ക് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്, ഒരു അരമണിക്കൂറൊന്നും നടക്കണം. അപ്പോൾ അത് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കൈ എന്നാൽ പ്ലെയിൻ പച്ച എടുക്കാൻ ഓർത്തുകൊണ്ട് പ്ലെയിൻ പച്ച എടുത്തു, 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞിപ്പെണ്ണ് എന്നെ ഫ്രില്ലിട്ട് തയ്ക്കാൻ ഓർത്തേക്കുന്നത്. എനിക്കൊരു ചെറിയ പഫ് കൈ വെട്ടണതൊക്കെ പുതിയൊരു ഐഡിയയിലാണ്. ഞാൻ പഫ് കൈ വെട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വലുതായിട്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനങ്ങ് എൻ്റെ തോന്നിവാസം കുറച്ച് ഞൊറിച്ചിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞൊറിച്ചിൽ കൂട്ടിയിട്ടാൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തുണിയൊക്കെ മടക്കണ പോലെ മറ്റേത് മടക്കിയ പോലെ തന്നെ തുണി എടുക്കുക, 2ആയിട്ട് മടക്കുക. സാധാരണ കൈ ആണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ 4ആയിട്ട് മടക്കുക. സാധാരണ കൈ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ പറിച്ച് ഇച്ചിരി കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് നേരിട്ട് ഒരാളോടാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് വീഡിയോ പിടിക്കണം, അങ്ങനെ കുറച്ച് കഷ്ടപ്പാടാണ്. ഞാൻ പഫ് കൈയാണ് ഇപ്പം ഞാൻ തയ്ക്കുന്ന മോഡലിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതങ്ങനെ ഇട്ടു. സാധാരണ കൈ ഞാൻ കാണിച്ചില്ല. സാധാരണ കൈ തയ്ക്കുകയാണെങ്കിൽ ഇത് ഇവിടെ മടക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ കറക്റ്റ് വണ്ണത്തിന് 4-1 എടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് 3 ഇഞ്ച് എന്നോടത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് അടയാളപ്പെടുത്തി. ഇതെന്ന് പറഞ്ഞാൽ കൈക്ക് എന്തോരം ഇറക്കം വേണോ അത് പ്ലസ് ഒരു 1.5 ഇഞ്ച് അങ്ങനെ ഈ ഇറക്കം ഇവിടെ നിന്ന് മേളിൽ താഴത്തോട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ 3 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെ അയച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെട്ടുക. 4ആയിട്ടല്ലേ വടക്കി വെക്കണേ, ഷേപ്പിനങ്ങ് വെട്ടുക. പഫ് കൈ ആണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടൊരു 4 ഇഞ്ച് കൂടുതലിട്ടു. ഇതിന് ഇങ്ങനെ തന്നെ അങ്ങ് വെട്ടുക. ഇവിടെ ഞൊറിച്ചിൽ വരണം, ഇവിടെ ഞൊറിച്ചിൽ വരും. ഇത്ര 4 ഇഞ്ച്, ബാക്കി പഫ്. കൈ അങ്ങനെ വെട്ടിയെടുത്തു. ഇവിടെ ചുമ്മാ ഒരു ഇച്ചിരി ഇങ്ങനെ കോണിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുത്തു, കാരണം കറക്റ്റ് നടുഭാഗം മനസ്സിലാക്കണ്ടേ. അപ്പോൾ നിവർത്തുമ്പോൾ 4ആയിട്ട് മടക്കാറുണ്ടല്ലോ നമ്മൾ.
ഞാൻ നിവർത്തുമ്പോൾ 2 കൈക്കുള്ള പീസ് കിട്ടും. 2 കൈ. എൻ്റെ അമ്മേ ഇനി തയ്ക്കാൻ കയറാൻ സിബ വെക്കണേ. അതുകൊണ്ട് ബാക്കിൽ നമ്മൾ 5 അടയാളപ്പെടുത്ത കഴുത്തകരത്തിൻ്റെ അവിടെ നിന്ന് മേളിൽ നിന്ന് ഏകദേശം നമ്മൾ കഴുത്ത് കുഴി വെട്ടി നടത്തുന്നല്ല, ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴത്തോട്ടൊരു 16 ഇഞ്ച് അളന്നിട്ട്, അപ്പം നമ്മൾ കഴുത്തകലം ഇവിടെ നിന്ന് വരയ്ക്കരുത്, കഴുത്ത് കുഴി വന്നവിടെ നിന്ന് വരയ്ക്കരുത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ താഴത്തോട്ടൊരു 16 അകലം അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുള്ള തുണി പകുതിക്കാൻ ഇങ്ങനെ, അപ്പം ബാക്കി വശം മാത്രം 16 അടയാളപ്പെടുത്തിയിട്ട് നീട്ടത്തിലങ്ങ് വെട്ടുക. എന്നിട്ട് അവിടെ സിബ് വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ലൈനിങ് തുണിയുടെ നല്ല വശം ഇതിപ്പോൾ നല്ല വശമല്ലേ, ഇതിങ്ങനെ കമത്തി ഇങ്ങനെ ഇടണം. അടിയിൽ നല്ല വശം വരും. ഇതിൻ്റെ നല്ല വശം എടുത്തിട്ട് അതിൻ്റെ മേലിലോട്ട് ആ കമത്തി ഇട്ടേക്കണതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ കമത്തി ഇടണം. അപ്പം നടുക്ക് വരുന്നത് ലൈനിങ് തുണിയുടെ ചീത്ത വശവും നല്ല തുണിയുടെ നല്ല വശവും നടുക്ക് വരും. അപ്പുറം ഇപ്പുറം വരുന്നത് ലൈനിങ് തുണിയുടെ നല്ല വശം അപ്പുറ സൈഡിൽ, ഇപ്പുറ സൈഡിൽ കാണുന്നത് നല്ല തുണിയുടെ ചീത്ത വശം. അപ്പോൾ നമ്മൾ അടിച്ച് തിരിച്ച് മറിച്ച് വരുമ്പം ശരിയാണ്. ഇത് നല്ല തുണിയുടെ ചീത്ത വശം, ഉള്ളിൽ കാണുന്നത് നല്ല തുണിയുടെ നല്ല വശം, ഈ കാണുന്നത് ലൈനിങ് തുണിയുടെ ചീത്ത വശം, ഇപ്പുറം കാണുന്ന ലൈനിങ് തുണിയുടെ നല്ല വശം. ഇങ്ങനെ ഇനി കഴുത്ത് ഇങ്ങനെ തയ്ക്കാം. ഇപ്പോൾ കറണ്ട് പോയി, മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എന്തായാലും തുടങ്ങിയതല്ലേ നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. കണ്ടോ ഇങ്ങനെ ഞാൻ തയ്ച്ചിട്ട് ഇട്ട് കളഞ്ഞു. കണ്ടോ ഇത് കണ്ടോ. ഇപ്പം ഞാൻ ഇതിൽ തയ്ച്ചു. ഇനി ഇതിലിങ്ങനെ കത്രിക കൊണ്ടൊരു നമ്മൾ മടക്കി അടിക്കണമല്ലോ, തിരിച്ചടിക്കണമല്ലോ. ഇതിലിങ്ങനെ കത്രിക കൊണ്ട് നൂലിൻ്റെ തൊട്ടടുത്തോടെ ഇങ്ങനെ 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 കണ്ടിച്ച് ഫുള്ളും അങ്ങനെ കണ്ടിച്ച് പോയിട്ട് ഇങ്ങനെ മറക്കി ഇങ്ങനെ തിരിച്ചടിക്കുമ്പോൾ ലൈനിങ്ങിന് നല്ല വശം ഉള്ളി വരും, ഇത് നല്ല വശം വരും. കാണാൻ നല്ല തുണിയാണ് കേട്ടോ. വീഡിയോക്കകത്തൊരു മെനയില്ല, ഫോട്ടോയിൽ നേരിട്ട് കാണാൻ നല്ല തിളക്കാം. ഞാൻ തയ്ച്ച് കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ ഫോട്ടോയുടെ കാണിക്കാം. ഇങ്ങനെയാണ് കൈ വെട്ടേക്കണം. അപ്പോൾ ഇവിടെ ഒരു വളവ് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു വളവുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഞൊറിച്ചിൽ ഒട്ടും വെട്ടില്ലാത്തതുകൊണ്ട് ക്ലിയർ ആകും. ഇങ്ങനെ ഞൊറിച്ചിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ചുരുക്കിടുക. നമ്മൾ ഇവിടെ ചുരുക്കിട്ടു, ഇവിടെ ഇങ്ങനെ അങ്ങോട്ടാണ് ഞാൻ ഞൊറിച്ചിലിട്ട ഇങ്ങനെ ചെറിയ രീതിക്ക്. ഇനി താഴെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഈ ഞൊറിച്ചിലിൻ്റെ നേരെ ഇങ്ങനെ വരത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് ഇത് അങ്ങോട്ട് ഇടുവാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇടണം. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന രീതിയാണ്, ഇത് പ്രോപ്പറായിട്ട് എല്ലാവരും ചെയ്യുന്നതല്ല, ഞാൻ മാത്രം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ രീതിക്ക് തന്നെ കൈയാട്ടോ ഇത് ചുരുക്കിടുക. ഇതിൻ്റെ രണ്ടും ഇങ്ങനെ ചുരുക്കിട്ടു, ഇനി രണ്ടിൻ്റെ അടിഭാഗത്ത് ചുരുക്കിട്ടിട്ട് കാണാം. ഞാൻ ഇങ്ങനെ 2 കൈയുടെ ഇത് കണ്ടോ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഷേപ്പ് മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ 2 പഫ് കൈ വെക്കാനുള്ള 2 കൈയുടെയും അടിയിലും മേളിലും ഞൊറിച്ചിട്ടുണ്ട്. അപ്പം നടുക്ക് കുറച്ചൊരാണെങ്കിൽ പഫ് വെക്കണേ. കണ്ടോ ചെറിയൊരു പഫ്, ഓവറല്ല, ചെറിയൊരു പഫ്. ഈ പഫിൻ്റെ അടിയിൽ ചുമ്മാ ഈ പച്ചത്തുണി തിളക്കമുള്ള ബ്ലൗസിൻ്റെ തുണി ഇതുണ്ട്, അതൊരു 2 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ അടിയിൽ ഒന്ന് മടക്കി ഈ വളവില്ലാത്ത നേരെ വശം കണ്ടോ, വളവ് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, വളവില്ലാത്ത നേരെ വശത്ത് 2 മടക്കി തയ്ച്ചു വെക്കണം. ഞാനിപ്പോൾ ബ്ലൗസിന് പഫ് കൈ തയ്ച്ചോണം. ഇത് ഇങ്ങനെ കേട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി തീരെ ഇതിങ്ങനെ കട്ടിയില്ലാത്ത പോലെ ഒരു പഫ് തോന്നിക്കാനില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു 4 ഇഞ്ച് വീതിയിലൊരു തുണി ഇങ്ങെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഞൊറിച്ചിലിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പഫായിട്ടിരിക്കും കണ്ടോ. കുറച്ചുകൂടി ഒരു പഫ് കട്ടിയായിട്ടിരിക്കും തുണി, കുറച്ചുകൂടി ഒരു ഞൊറിച്ചിൽ ഉള്ളൊക്കെ ആണെങ്കിലും ബുമ്മെന്നിരുന്നോളൂ കണ്ടോ. ഞാൻ അങ്ങനെ ഇത് ഓരം തയ്ച്ചു കൊടുത്തു. ഇത് ഞാൻ അടിയിൽ ലേസ് വെച്ചിരുന്നു, എങ്കിലും ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ടും അങ്ങനെ തയ്ച്ചു പിടിപ്പിക്കാൻ പോവാം. നമ്മളിങ്ങനെ കുഴിയിൽ ഇവിടെ ഇട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇച്ചിരി ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് വെട്ടിയാൽ ഒത്തിരി എന്താ 4 ഇഞ്ച് ചെയ്തിട്ടൊരു ലേശം. പഫ് കൈ അല്ലാത്ത കൈയാണെങ്കിൽ കൈയും വെട്ടണം. പഫ് കൈ ചിലർ വെട്ടുന്നവരുണ്ട്, പഫ് കൈ ഞാൻ വെട്ടാറില്ല, കാരണം ഒന്നാമത് ഞൊറിച്ചിലും കുറച്ചൊക്കെ ഇട്ടിരിക്കുക. ഇത് കണ്ടോ ഞാൻ പഫ് കൈയുടെ ഇവിടെ ഇച്ചിരി പടി പോലെ വെച്ചു. ഇത് കയ്യ് ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് ഈ തുണിയുടെ നല്ല വശവും കൈയുടെ നല്ല വശവും കറക്റ്റ് ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ നടുക്ക് പിടിച്ച് ഇവിടെ ഒരു വെട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് അളവ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അവിടെ നിന്ന് തിരിച്ച് തയ്ക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് തിരിച്ച് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വരും കൈ ഇങ്ങനെ. അപ്പോൾ 2 കൈയും അങ്ങനെ തയ്ക്കുക. അത് കഴിഞ്ഞാൽ 2 കൈയും അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ട് 2. ഇനി നമുക്ക് ചെയ്യേണ്ടത് തിരിച്ചിടുക, ഇതിങ്ങനെ നടുക്ക് വെച്ച് ഇങ്ങനെ കറക്റ്റ് മടക്കുക.
നമ്മൾ ആദ്യം വണ്ണത്തിൻ്റെ 4+2 ഇഞ്ച് എടുത്തില്ലേ, അത് ഇനിയിപ്പോൾ വണ്ണത്തിന് 4+2 ഇഞ്ച്, വണ്ണത്തിന് 4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഇവിടുത്തെ വണ്ണം ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് അടിക്കുക, അടിഭാഗം മടക്കിയിരിക്കുക. ഇത്രയേ ഉള്ളൂ. എത്രയാണ് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലൗസിൻ്റെ പണി തീർന്നു. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഭയങ്കര പാടുപോലെ തോന്നും, പക്ഷേ ഒരു പ്രാവശ്യം തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് വീഡിയോ ഒക്കെ നോക്കി ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ ആദ്യം നമുക്കൊരു ധാരണയും പിന്നെ നമുക്ക് തയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് കൈവണ്ണത്തിൻ്റെ പാതി, ഇത് ഇവിടുത്തെ വണ്ണത്തിൻ്റെ പാതി, ഈ വണ്ണത്തിൻ്റെ പാതി, ഈ വണ്ണത്തിൻ്റെ പാതി എന്ന് പറയുമ്പം 4:1 അങ്ങനെ എല്ലാം അടയാളപ്പെടുത്തി ഇങ്ങനെ തയ്ക്കുക. 2 ഭാഗവും ഇങ്ങനെ തയ്ച്ച് അടിയിങ്ങനെ മടക്കി അടിക്കുക. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ ലൈനിങ് വെച്ച് ഇറക്കം നോക്കണം. ഇപ്പോൾ എനിക്കിത് കറക്റ്റ് ഇറക്കത്തിലാണ് ഈ ലൈനിങ് വന്നേക്കണത്. ഞാനോർത്തു ഇത് വെട്ടിക്കളയാണ്ട് ഒരിത്തിരി ലൈനിങ് ഇല്ലാണ്ട്, ലൈനിങ് വെക്കാൻ മടിയായിട്ടല്ല, ചുമ്മാ ഒരു ഫാഷൻ, എനിക്ക് ഇത്ര ഇറക്കം മതി, ഇത്ര ഇറക്കം ഇത് കറക്റ്റാണ്, പക്ഷേ ഒരു 5 ലൈനിങ് ഇല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ അടിയിലിങ്ങനെ ഇടാം എന്നിപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഷേപ്പ് അടയാളപ്പെടുത്തി അടിയും മടക്കി അടിച്ചപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞോട്ട്. ഇത്രേ ഉള്ളൂ. ഉണ്ട്, നല്ല തിളക്കമുള്ള തുണി ഇട്ട് നല്ല ഭംഗിയാണ്. അപ്പം പിന്നെ വെട്ടത്തിൻ്റെ ക്ലിയർ ആവാണ്ട് ചില വീഡിയോസ് ക്ലിയർ ആവാണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഗുണമാവുക, എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ട്, എന്തെങ്കിലും മനസ്സിലാവാണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ വേറൊരു ക്ലിയർ ആയിട്ട് നല്ല വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച ബ്ലൗസും പാവാടയും. ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.